ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് വാഴപ്പിണ്ടി തോരനെക്കുറിച്ചാണ്. ആദ്യമായി ഇളം വാഴപ്പിണ്ടി ഏകദേശം അരയടിയോളം നീളത്തിലുള്ളത് എടുക്കുക. എടുത്തിട്ട് ചിത്രത്തിൽ കാണുന്ന പോലെ വട്ടത്തിൽ അരിഞ്ഞ് അതിൻ്റെ വലയെല്ലാം എടുത്തു മാറ്റിയ ശേഷം ചെറു കഷ്ണങ്ങളായി അരിഞ്ഞു വയ്ക്കുക. എന്നിട്ട് അരക്കപ്പ് തേങ്ങ ചിരകിയത്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 അല്ലി വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ ജീരകം അല്ലെങ്കിൽ ജീരക പൊടിച്ചത്, അല്പം കറിവേപ്പില, ഇവയെല്ലാം കൂടി ചതച്ചു വച്ച ശേഷം കടുക് വറുത്ത് കടുക് വറുത്തതിൽ ഈ അരപ്പിട്ട് നല്ലവണ്ണം ഇളക്കണം. ഉപ്പും ചേർത്ത് ഇളക്കുന്നത് നന്ന്. 5 മിനിറ്റ് കഴിഞ്ഞ് അരിഞ്ഞു വച്ചിരിക്കുന്ന വാഴപ്പിണ്ടി അതിലിട്ട് നല്ലവണ്ണം ഇളക്കുക. ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഒന്നുകൂടി ഇളക്കി വാങ്ങി വച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇതേ തോരനിൽ തന്നെ പെരുമ്പയർ അവിച്ചതും അല്ലെങ്കിൽ ചെറുപയർ അവിച്ചത്, കാണം അല്ലെങ്കിൽ മുതിര അവിച്ചത് ഏകദേശം 1/2 കപ്പ് ഓളം ഇതിൽ ചേർത്ത് കഴിച്ചാൽ മറ്റൊരു രുചിയായിരിക്കും. ചെറുപയർ അവിച്ച് ഇടുന്നതായാൽ ഒരു രുചി, കാണം അല്ലെങ്കിൽ മുതിര ഇടുന്നത് വേറൊരു രുചി, പെരുമ്പയർ അല്ലെങ്കിൽ ബ്രൗൺ നിറത്തിലുള്ള പയർ അവിച്ചത് ഇളക്കി കഴിക്കുന്നത് വേറൊരു രുചി. ഇങ്ങനെ പല രുചിയിൽ പയറിൻ്റെ പല വർഗ്ഗങ്ങൾ ചേർത്ത് പല രുചിയിൽ കഴിക്കാവുന്നതുമാണ്.